നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സൈറയുടെ ആഭിമുഖ്യത്തിൽ നടന്നിട്ടുള്ള മെഗാ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓവറായിട്ട് ഡീപ്പായിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഏകീർ പരിശോധിക്കുകയില്ല. നമ്മുടെ ടൈം അതിന് നമ്മൾ സമ്മതിക്കുന്നില്ല. നമ്മൾ ഉത്തരം എങ്ങനെയാണ് വരുന്നത്, ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ മാക്സിമം പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസർ ഷീറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ട് എല്ലാം ക്രോസ് വെരിഫൈ ചെയ്യുക. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫാക്ടർ ഈസ് ലീസ്റ്റ് റെലവൻറ്റ് ആസ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദി ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. സെക്സ് റേഷ്യോ പിന്നെ ഇന്ത്യയിൽ ഡിക്ലൈൻ ചെയ്യുന്നതിന് ഏറ്റവും ലീസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്നുള്ളതാണ്. 4 ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ഉത്തരം വരുന്നത് മൈഗ്രേഷൻ ഓഫ് മെയിൽസ് ടു അർബൻ ഏരിയ ഇസ് ലീസ്റ്റ് റെലവെന്റ് ആസ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദി ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. ബിക്കോസ് മൈഗ്രേഷൻ എന്നുള്ളത് ഒരിക്കലും വളരെ ലീസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാരണമാണ്. ബാക്കിയുള്ള കാരണങ്ങൾ ഫീമെയിൽ ഫെർട്ടിസൈഡ് ആണെങ്കിലും ലോവർ ന്യൂട്രീഷൻ ആണെങ്കിലും ഹൈ മറ്റേണൽ മോർട്ടാലിറ്റി ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു ഡിക്ലൈനിങ് സെക്സ് റേഷ്യോന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അടുത്ത ചോദ്യം, സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് എപ്പോഴാണ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് എന്തിനാണ് എന്നുള്ളതും എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ ഒരുപാട് വട്ടം ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിലെ പല NGOസിനും ഗൈഡൻസ് കൊടുക്കാനും അവർക്ക് മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ ഇന്ത്യയിൽ പിന്നെ ഒരു സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡാണ്. പല സമയത്തും ഇത് നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1953 പിന്നെ സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ മെയിൻ ഫീച്ചർ ഓഫ് ദി ടാർഗറ്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി ഓഫ് വുമൻസ് എഡ്യൂക്കേഷൻ? വുമൻസ് എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് അതിന്റെ ഒരു മെയിൻ ഫീച്ചർ ഓഫ് ടാർഗറ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ envisages that education would be used as a strategy for achieving basic change in the status of women. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം വരുന്നത് ടു ക്രിയേറ്റ് ഡൈനാമിക് മാനേജറിയൽ സ്ട്രക്ചർ ടു കോപ്പ് അപ്പ് വിത്ത് ടാർഗറ്റ് envisaged എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ വുമൻ എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത്, വാട്ട് ആർ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി വെൽഫെയർ? ഫാമിലി വെൽഫെയറിന്റെ പ്രധാനപ്പെട്ട സാലിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് 4ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. പ്രൊവിഷൻ ഓഫ് സർവീസസ് ആൻഡ് സപ്ലൈസ് ആസ് ക്ലോസ് ടു ദി ഡോർ സ്റ്റെപ്സ് ഓഫ് ദി acceptors as possible, development of facilities for rapid increase in female literacy, proper linkage with other ministries and department concerned, intensified efforts to spread awareness and information through imaginative use of multimedia and interpersonal കമ്മ്യൂണിക്കേഷൻ. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം ഈ പറഞ്ഞ 4 ഓപ്ഷൻസും ഇതിന്റെ അകത്ത് വരുന്നുണ്ട് ഫാമിലി വെൽഫെയറിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ആയിട്ട്. മനസ്സിലായില്ലേ? നമുക്ക് ഇവിടെ നല്ല സംശയങ്ങൾ ഉണ്ടാവും, പക്ഷെങ്കിൽ നല്ല സ്ക്രൂട്ടനായിട്ട് അത് കൃത്യമായിട്ട് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ പിന്നെ മെറ്റേണിറ്റി, ചൈൽഡ് കെയർ, ഓവറോൾ സ്ട്രാറ്റജി നമുക്ക് ഫാമിലി വെൽഫെയറിന് വേണ്ടി വേണം എന്നുള്ളത്. നമ്മുടെ ഭരണഘടനക്കകത്തേക്ക് എമർജൻസി പവർ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്താണ് എന്ത്, നമ്മുടെ ഭരണഘടനയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുള്ളതാണ്, കടം കൊണ്ടിട്ടുള്ളതാണ്. നമ്മൾ സ്വമേധ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. UK യിൽ നിന്ന്, USA യിൽ നിന്ന് ആ ഒരു പ്രൊവിഷൻസും ആ ഒരു ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ പഠിക്കണം, വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് എമർജൻസി പവർ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ്. എമർജൻസി പവർ നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. പിന്നെ അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ റൈറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് നമ്മുടെ ഭരണഘടനക്കകത്തേക്ക് ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ, 352, 356, 360 സ്റ്റേറ്റ് എമർജൻസി, നാഷണൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി, അങ്ങനെ പലതരത്തിലുള്ള എമർജൻസികളുണ്ട്. അതൊക്കെ നമ്മുടെ ഭരണഘടനക്കകത്തേക്ക് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ നമ്മൾ എടുത്തിട്ടുള്ളത് ജർമ്മൻ ഭരണഘടനക്കകത്ത് നിന്നാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, എക്കണോമിക് ജസ്റ്റിസ് ആസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ്. സാമ്പത്തികമായിട്ടുള്ള നീതി നമ്മുടെ ഭരണഘടനക്കകത്തേക്ക് എടുത്തിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊരു ഭാഗത്തു നിന്നാണ്? നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് ഭാഗങ്ങൾ പല രീതിയിലുള്ള സാമൂഹിക നീതിയെക്കുറിച്ച്, സാമ്പത്തിക നീതിയെക്കുറിച്ച്, പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. എക്കണോമിക് ജസ്റ്റിസ് എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, പ്രിയാമ്പിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, പ്രിയാമ്പിൾ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, പ്രിയാമ്പിൾ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ഉത്തരം വരുന്നത് എക്കണോമിക് ജസ്റ്റിസ് ആസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ ദി പ്രിയാമ്പിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ പ്രിയാമ്പിളിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്തുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭരണഘടനയിൽ
എക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് ദ സോഷ്യൽ ലേണിംഗ് തിയറിസ്റ്റ് പോർട്രേ. എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലേണർ ആസ് പാസീവ് റെസിപ്പന്റ് ഓഫ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്, നോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വിത്ത് എക്സ്പ്ലൈനിങ് ബിഹേവിയർ, ലേണർ ആസ് ഹാവിംഗ് ഇന്റേണൽ കോഗ്നിറ്റീവ് പ്രോസസ് ടു എക്സ്പ്ലെയിൻ ഇമിറ്റേഷൻ, ആൻഡ് ബോത്ത് എ ആൻഡ് സി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വിത്ത് ദ എക്സ്പ്ലെയിനിങ് ബിഹേവിയർ. എന്താണ് പറയുന്നത്? സോഷ്യൽ ലേണിംഗ് തിയറിസ്റ്റ് പോർട്രേ ദാറ്റ് നോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് വിത്ത് എക്സ്പ്ലെയിനിങ് ബിഹേവിയർ ബിക്കോസ് ഇൻ സോഷ്യൽ ലേണിംഗ് തിയറി പ്രധാനമായിട്ട് പറയുന്നത് എംഫസൈസ് ഓൺ ദി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ എക്സ്പീരിയൻസസ് ആൻഡ് സം ബിഹേവിയർ പാറ്റേൺ ആർ ലേൺഡ് ത്രൂ ഡയറക്റ്റ് എക്സ്പീരിയൻസ്. സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത് നമ്മുടെ ബിഹേവിയർ ഒരു വ്യക്തിക്കനുസരിച്ച് ഏതെങ്കിലും രീതിയിൽ മാറുന്നതല്ല. ഓരോ വ്യക്തികൾക്കനുസരിച്ച് ആ വ്യക്തികൾ പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത്, ആ പിന്നെ ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ ഇൻഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ ഒക്കെ പല രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത് എന്നുള്ളതാണ് സോഷ്യൽ ലേണിംഗ് തിയറിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് ദ ടേം പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു വാട്ട്. എന്താണ് പേഴ്സണാലിറ്റി തിയറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പേഴ്സണാലിറ്റി തിയറി പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ മോഡ്സ് ഓഫ് ബിഹേവിയർ, വേരിയസ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ അബിലിറ്റീസ്, ദ ഹോൾ ഇൻഡിവിജ്വൽ എന്നുള്ളതും. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പേഴ്സണാലിറ്റി refers to the pattern of psychological and behavioral characteristics that distinguishes each person from everyone else and it refers to the whole ഇൻഡിവിജ്വൽ. മനസ്സിലായോ? അതാണ് പേഴ്സണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് മോഡ് ഓഫ് ബിഹേവിയറോ അല്ലെങ്കിൽ വേരിയസ് പേഴ്സണാലിറ്റി ട്രൈറ്റോ അങ്ങനെയൊന്നല്ല. ഹോൾ ഇൻഡിവിജ്വൽ ആണ് പേഴ്സണാലിറ്റി കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ എലിസബത്തൻ പോർലോയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 9ാമത്തെ ചോദ്യം ചോദിക്കുന്നത് എലിസബത്തൻ പോർലോ ആൾസോ നോൺ ആസ് ഡാഷ്. എലിസബത്തൻ പോർലോ 1600 എത്രയിലാണ് വരുന്നത്? 1601 പാസ് ചെയ്യപ്പെടുന്നത്. എലിസബത്തൻ പോർലോ ആൾസോ നോൺ ആസ് 43rd എലിസബത്ത് ഓർ ഓൾഡ് പോർലോ എന്നും എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് മറന്നു പോകരുത് കേട്ടോ, കാരണം അത് പല സമയത്തും പല രീതിയിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എലിസബത്തൻ പോർലോ വേറെ രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ പേരെന്താണ് എന്നുള്ളതാണ് 43rd എലിസബത്ത് അല്ലെങ്കിൽ ഓൾഡ് പോർലോ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, വെൻഡിങ് ഓഫ് റിപ്രസ്ഡ് ഇമോഷൻസ് ടു ഗെറ്റ് എ റിലീഫ് ഈസ് കോൾഡ് വാട്ട്. വെൻഡിങ് ഓഫ് റിപ്രസ്ഡ് ഇമോഷൻസ് ടു ഗെറ്റ് റിലീഫ് ഈസ് കോൾഡ് വാട്ട്? സബ്ലിമേഷൻ, ആംബിവാലൻസ്, കാതറാസിസ്, ഫിക്സേഷൻ. എന്താണത്? കാതറാസിസ് ആണ്. കാതറാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ റിലീസ് ഓഫ് ഫീലിംഗ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ഇമോഷണൽ റെസ്പോൺസ് ടു ഗിവിംഗ് റിലീഫ് ടു ദി ഇൻഡിവിജ്വൽ. നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് നമ്മൾ പുറത്തേക്ക് എന്ത് ചെയ്യുക, പുറത്തേക്ക് നമ്മൾ വെൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ടേക്കൺ ഔട്ട് ചെയ്യുക എന്നുള്ളതിനെയാണ് കാതറാസിസ് എന്ന് പറയുന്നത്. നമ്മൾ പല സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ഡിഫൻസ് മെക്കാനിസത്തിന്റെ അകത്ത് നമ്മുടെ ക്ലാസ്സുകളിലും നമ്മുടെ ലൈവ് ഡിസ്കഷനിലൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ്. പല രീതിയിലാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. റിപ്രസ്ഡ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലാണ്. പക്ഷേ ഞാൻ അപ്പം പറഞ്ഞിരുന്നു കാതറാസിസ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. പല രീതിയിൽ ആ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് പറഞ്ഞിരുന്നു. അടുത്തത് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് സോഷ്യൽ പോളിസി ഇൻ ടു സോഷ്യൽ സർവീസ്. സോഷ്യൽ പോളിസിയെ സോഷ്യൽ സർവീസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഉത്തരം വരുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ പോളിസികൾ സോഷ്യൽ സർവീസിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ പേപ്പറിലുള്ള സോഷ്യൽ പോളിസികൾ ജനങ്ങൾക്ക് സർവീസ് ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സിനാണെന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് സോഷ്യൽ വർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്തുകൂടിയാണ്, മെത്തേഡ് കൂടിയാണ്. പ്രൈമറി മെത്തേഡിൽ പെട്ടതാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആണോ? പ്രൈമറി മെത്തേഡ് ആണോ സെക്കൻഡറി മെത്തേഡ് ആണോ? അത് നോക്കി കേട്ടോ. പ്രൈമറി മെത്തേഡ് ആണോ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി മെത്തേഡ് ആണോ എന്നുള്ളത്. അടുത്തത്, വാട്ട് ഡസ് കൾച്ചറൽ റിലേറ്റിവിസം സജസ്റ്റ് അബൌട്ട് ദി എക്സ്പീരിയൻസസ് ഓഫ് അഡോളസൻസ് ഇൻ ഡിഫറെന്റ് കൾച്ചർ? എന്താണ് അതിന്റെ ഉത്തരം? എന്താണ് കൾച്ചറൽ റിലേറ്റിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ദേ ആർ എവരിവെയർ, സെയിം എവരിവെയർ, they are based on cultural norms and values, they are determined solely on biological factors, that should be judged by single global standard. Cultural relativism suggests that different societies have different codes of conduct and moral standard. Therefore, no universal code or standard, Western or otherwise, can be used valued to judge others. Cultural relativism എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓരോ ആളുകൾക്കും ഓരോ കൾച്ചറിനും അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചറൽ സ്റ്റാൻഡേർഡും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു കൾച്ചറിനെ നമ്മുടെ കൾച്ചർ വെച്ചിട്ട് അളക്കാനോ ചെയ്യാനോ പാടില്ല. നമ്മൾ അങ്ങനെ അളക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കൾച്ചർ മാത്രമാണ് മുകളിൽ, മറ്റുള്ള കൾച്ചറൊക്കെ താഴെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫീരിയർ ആണ്, നമ്മൾ സുപ്പീരിയർ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. കൾച്ചർ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ്. മനസ്സിലായോ? Dash refers to the learning that children undergo when they enter social institutions such as a school. Dash ഏതാണ്? പ്രൈമറി സോഷ്യലൈസേഷൻ ആണോ, സെക്കൻഡറി സോഷ്യലൈസേഷൻ ആണോ, കുട്ടികൾ സ്കൂളുകളിൽ നിന്നൊക്കെ പഠിക്കുന്നത്? ഏത് കൈൻഡ് ഓഫ് സോഷ്യലൈസേഷൻ ആണ്? അല്ലെങ്കിൽ പാസീവ് സോഷ്യലൈസേഷൻ ആണോ? സെക്കൻഡറി സോഷ്യലൈസേഷൻ ആണ് അല്ലെ? സെക്കൻഡറി സോഷ്യലൈസേഷൻ refers to the process of learning what is appropriate behavior as a member of a smaller group within the larger society. നമ്മൾ സ്കൂളുകളിൽ നിന്നൊക്കെ പഠിക്കുന്ന നമ്മുടെ ലേണിംഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള വരുന്നത്. അടുത്തത്, the method that brings about adjustment in personal and social relationship will called what? നമ്മുടെ പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റും അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പല രീതിയിൽ പല വട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ? സോഷ്യൽ വർക്കിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള മെത്തേഡിൽ പെട്ടതാണ് ഇത്. ഏതാണ്? സോഷ്യൽ കേസ് വർക്കാണ്. സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ പേഴ്സണലി നമുക്ക് വരുന്ന ഇഷ്യൂസ്, ആസ് എ ഗ്രൂപ്പ് എന്ന നിലയിൽ നമുക്ക് ഇഷ്യൂസ്, നമ്മുടെ ഇന്റർ പേഴ്സണൽ ഇഷ്യൂസ്, അതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനാണ് എന്ന് പറയുന്നത് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. അടുത്തത് നാഗർപാലിക ബിൽ. നാഗർപാലിക ബിൽ എന്നുള്ളത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ളതാണ് ചോദ്യം. 1992 93 അമെൻമെന്റ് ആക്ടുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെന്റ് കമ്മിറ്റികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്ത് രാജ് ആക്ടുകൾ, അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബില്ല്, നാഗർപാലിക ബില്ല് എന്നുള്ളത് റിലേറ്റ് ചെയ്യപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. മുനിസിപ്പാലിറ്റി 74th അമെൻമെന്റ് പ്രകാരമാണ് എന്ത് ചെയ്തത്? ഇന്ത്യയിലേക്ക് മുനിസിപ്പാലിറ്റികൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. 72nd 73rd അമെൻമെന്റിലാണ് ഇത് വരുന്നത്, പഞ്ചായത്ത് രാജ് വരുന്നത്. 74th മുനിസിപ്പാലിറ്റികൾ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ ഡി ആണ്, മുനിസിപ്പാലിറ്റി ആണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആര്യ സമാജ് വാസ് ഫൗണ്ടഡ്. ഇത് വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടില്ല, എന്നാൽ കൂടെ വളരെ കൺവെൻഷണൽ ആയിട്ട് പല വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ 2020 2021 ചോദ്യങ്ങളിൽ ഇതേപോലത്തെ വൺ വേർഡ് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏത് വർഷത്തിലാണ് ആര്യ സമാജ് ഫൗണ്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. ആര്യ സമാജ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ദയാനന്ദ സരസ്വതിയാണ്. 1875 ഏപ്രിൽ 10th എന്ത് ചെയ്യുന്നത്? ആര്യ സമാജ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ആര്യ സമാജ് എന്തിനായിരുന്നു, ബ്രഹ്മസമാജ് എന്തിനായിരുന്നു അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ എല്ലാവരും പഠിച്ചു വെക്കണം എന്നുള്ളത് നമ്മൾ പലവട്ടം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അടുത്തത് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ട് ആയിരിക്കും, റീസൺ എന്ന് പറഞ്ഞാലും ഫാക്ട് ആയിരിക്കും. നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത് ആദ്യമായിട്ട് അസേഷൻ ഫാക്ട് ശരിയാണോ എന്നുള്ളതും റീസൺ ഒരു ഫാക്ട് എന്ന നിലയിൽ ശരിയാണോ എന്നുള്ളതും, എന്നിട്ട് അസേഷന്റെ ഫാക്ടിനെ റീസൺ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. അത് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കാം. അസേഷൻ പറയുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഇൻവോൾവ്സ് വർക്കിംഗ് വിത്ത് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ് ടു ഹെൽപ്പ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് മാനേജ് സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ചലഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ഇൽനെസ്. റീസൺ പറയുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് പ്രൈമറിലി ഫോക്കസ് ഓൺ പ്രൊവൈഡിംഗ് സൈക്കോതെറാപ്പി ആൻഡ് കണ്ടക്ടിങ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം ഏതാണെന്നുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി എന്താ പറയുന്നത്? A is true but R is false. എന്താണ് A is true, R is false വരുന്നത്? മെഡിക്കൽ സോഷ്യൽ വർക്ക് does involve helping patients and their families with the various challenges and related to illness. അത് കറക്റ്റ് ആണ്. മെഡിക്കൽ സോഷ്യൽ വർക്ക് പ്രധാനമായിട്ടും ചെയ്യും. However, the primary focus of medical social work is not providing psychotherapy or conducting psychological assessment, which are more central to psychiatric social worker. സൈക്കോതെറാപ്പി കൊടുക്കുക അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക, അസസ്മെന്റ് നടത്തുക എന്നുള്ളതൊക്കെ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഡ്യൂട്ടി അല്ല. അതേത് സോഷ്യൽ വർക്കേഴ്സിന്റെ ഡ്യൂട്ടിയാണ്? സൈക്കാട്രിക് സോഷ്യൽ വർക്കിന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തത് ഇവിടെ തെറ്റും ഒന്നാമത്തത് ശരിയുമാണ്. ഞാൻ പറഞ്ഞു ഒരു ഫാക്ട് എന്ന നിലയിൽ അസേഷൻ കൊടുത്തത് ശരിയും ഒരു ഫാക്ട് എന്ന നിലയിൽ റീസൺ കൊടുത്തത് തെറ്റുമാണ്. അതുകൊണ്ട് തന്നെ A is true, R is false എന്ന് വരുന്ന ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് പോസിറ്റീവ് എന്ന് പറയുന്ന 3 stages ഓഫ് സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ 3 stages ഓഫ് സൊസൈറ്റി ചേഞ്ച് എന്ന് പറയുന്നത്. ആരാണ് ഈ ഒരു
തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഈ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് വന്നിട്ടുള്ള ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് ആരാണ്? അഗസ്റ്റ് കോംറ്റെ ആണ് നമുക്ക് അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് സ്റ്റേജ് എന്ന രീതിയിൽ സൊസൈറ്റി ഒരു ഇവോൾവ് ചെയ്തുകൊണ്ട് ഒരു സൊസൈറ്റി അവസാനം പോസിറ്റീവ് ചേഞ്ചിലേക്ക് എത്തുമെന്നുള്ളതാണ് അഗസ്റ്റ് കോംറ്റെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിലും ഡിസ്കഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ക്ലയന്റ് സെന്റേർഡ് അപ്രോച്ച് ആരാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് കാൾ റോജേഴ്സ് ആണ്. റൊജേറിയൻ തിയറി, ക്ലയന്റ് സെന്റേർഡ് തിയറിയെ റൊജേറിയൻ തിയറി എന്ന് വിളിക്കുമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. This form of psychotherapy is grounded in the idea that people are inherently motivated toward achieving positive psychological functioning എന്നുള്ളതാണ്. അപ്പോ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടർ ഈസ് കൺസിഡേർഡ് ആസ് സിഗ്നിഫിക്കന്റ് ഡിറ്റർമിനന്റ് ഓഫ് വൾണറബിലിറ്റി ഇൻ ഓൾഡർ അഡൽട്ട്? ഏതാണ് ഓൾഡർ അഡൽട്ടിന്റെ അകത്ത് വൾണറബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പറയുന്നവയിൽ ഏത് ഫാക്ടറാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സോഷ്യൽ ഐസൊലേഷൻ. സോഷ്യൽ ഐസൊലേഷൻ ഈസ് എ സിഗ്നിഫിക്കന്റ് ഡിറ്റർമിനന്റ് ഓഫ് വൾണറബിലിറ്റി ഇൻ ഓൾഡർ അഡൽട്സ് ലീഡിംഗ് ടു നാവിഗേറ്റ് ഇമ്പാക്ട് ഓൺ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ദി ലൈഫ് കോഴ്സ് പെർസ്പെക്റ്റീവ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഏജിങ്? ഏജിങ് മനസ്സിലാക്കുന്നതിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ലൈഫ് കോഴ്സ് പെർസ്പെക്റ്റീവ്? അതിന്റെ ഉത്തരം ഏതാണ് വരുന്നത്? നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദ ബയോളജിക്കൽ പ്രോസസ് ഓഫ് ഏജിങ്, ദ റോൾ ഓഫ് ജെനറ്റിക്സ് ഇൻ ഏജിങ്, ദ ഇമ്പാക്ട് ഓഫ് ഏർലി ലൈഫ് എക്സ്പീരിയൻസസ് ഓൺ ഏജിങ്, ഡിസെൻഗേജ്മെന്റ് ഓഫ് ഓൾഡർ അഡൽട്സ് ഫ്രം സൊസൈറ്റി. അതിന്റെ ഉത്തരം വരുന്നത് ദ ഇമ്പാക്ട് ഓഫ് ഏർലി ലൈഫ് എക്സ്പീരിയൻസസ് ഓൺ ഏജിങ് എന്നുള്ളതാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. The life course perspective examine how early life experiences, including social, economic and cultural factors, influences the aging process and outcomes in later life എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത്, ടാസ്ക് സെന്റേർഡ് അപ്രോച്ച് ആരാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കൺവെൻഷണൽ ചോദ്യങ്ങളിൽ പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ ഇതിന്റെ ഡിസ്കഷൻസ് നമ്മൾ നടത്തി കഴിഞ്ഞതാണ്. അപ്പൊ ആർക്കും സംശയങ്ങൾ ഉണ്ടാവേണ്ടതായിട്ട് ഉണ്ടാവില്ല, അല്ലെ? നമ്മൾ ഒരുപാട് വട്ടം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. റീഡ് ആൻഡ് എപ്സ്റ്റീൻ ആണ് 1972 1970 ടാസ്ക് സെന്റേർഡ് മോഡൽ എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്താണ് ടാസ്ക് സെന്റേർഡ് മോഡൽ, അതിൽ എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്ത ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, എന്താണ് വെൽഫെയർ അപ്രോച്ചും എന്താണ് റൈറ്റ് ബേസ്ഡ് അപ്രോച്ചും ഡിസബിലിറ്റിക്ക് അകത്തുള്ള ഡിഫറൻസ്? ഡിസബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിൽ വെൽഫെയർ അപ്രോച്ചും റൈറ്റ് ബേസ്ഡ് അപ്രോച്ചും പ്രധാനമായിട്ടും പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏത് അപ്രോച്ചാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ഓപ്ഷൻ ബി ഒന്ന് നോക്കാം. ഓപ്ഷൻ ബി പറയുന്നത് വെൽഫെയർ അപ്രോച്ച് പ്രൊവൈഡ് സർവീസസ് ആസ് എ ഫോം ഓഫ് ചാരിറ്റി, വൈൽ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് വ്യൂ സർവീസസ് ആസ് എ മാറ്റർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സർവീസുകൾ ഒരു റൈറ്റ് ആയിട്ടും ഒരു ഹ്യൂമൻ റൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് റൈറ്റ് ബേസ്ഡ് അപ്രോച്ച്. വെൽഫെയർ അപ്രോച്ച് അതിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫോം ഓഫ് ചാരിറ്റി എന്നുള്ള നിലയിലാണ്. അതാണ് വെൽഫെയർ അപ്രോച്ചും റൈറ്റ് ബേസ്ഡ് അപ്രോച്ചും ഡിസബിലിറ്റിക്ക് അകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ 2016 ഇനാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ റൈറ്റ്സ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സൊസൈറ്റിക്കകത്ത് അവരുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 2016 ഇനാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ലെജിസ്ലേഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നുള്ളതാണ്, അല്ലെ? 2016 ആ ആക്ട് നിലവിൽ വരുന്നത്, റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്നുള്ളത്. ഇതിൽ ഈ ഒരു ആക്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ റൈറ്റ്സ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അടുത്തൊരു ചോദ്യം, താഴെ പറയുന്നവയിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ റോൾ എന്താണ് ഇൻ സപ്പോർട്ടിങ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബി പറയുന്നത് എന്താണ്? ഫെസിലിറ്റേറ്റിംഗ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ്. ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആരുടെ റോള്? സോഷ്യൽ വർക്കേഴ്സിന്റെ റോള് എന്ന് പറയുന്നത്. ഏതില്?
ഏതില് സപ്പോർട്ടിംഗ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു സീക്വൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയാറുണ്ട്. പലപ്പോഴും നമുക്ക് ചോദ്യം കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇൻടേക്ക്, ഡയഗ്നോസിസ്, ഇൻവെസ്റ്റിഗേഷൻ, ട്രീറ്റ്മെന്റ് എന്നുള്ളത്. ഇവിടെ പല ആളുകളും ഇൻടേക്ക്, ഡയഗ്നോസിസ്, പിന്നെ ട്രീറ്റ്മെന്റ്, ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കാറുണ്ട്. ചില ആളുകൾ ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കും ആദ്യം. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് പിന്നെ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് ദ മോഡൽ ഓഫ് ഡിസബിലിറ്റിക്ക് പല രീതിയിൽ പല മോഡലുകളുണ്ട്. ചാരിറ്റി മോഡൽ ഉണ്ട്, ഫങ്ഷണൽ മോഡൽ ഉണ്ട്, സോഷ്യൽ മോഡൽ ഉണ്ട്, മെഡിക്കൽ മോഡൽ ഉണ്ട്. അപ്പോ സൊസൈറ്റിക്കകത്തുള്ള സൊസൈറ്റിയൽ സ്ട്രക്ചേഴ്സ് അതേപോലെ തന്നെ അതൊരു ബാരിയർ ആയിട്ടും അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ സ്ട്രീമിൽ പ്രധാനമായിട്ടും അവർ ഡിഫറെന്റ് ആയ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പിന്നെ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ ഹിൻഡർ ചെയ്യുന്ന, അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു മോഡൽ പിന്നെ ഒരു പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന പിന്നെ കാര്യങ്ങളെ വ്യൂ ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ട്. ഏതാണ് മോഡൽ എന്നുള്ളതാണ്. അതിന് ഉത്തരം വരുന്നത് സോഷ്യൽ മോഡലാണ്. സോഷ്യൽ മോഡൽ പ്രധാനമായിട്ട് പറയുന്നത് സൊസൈറ്റിക്കകത്ത് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു പിന്നെ സൊസൈറ്റിയിൽ ബാരിയർ ആയിട്ടും സ്ട്രക്ചറൽ ഒരു ബ്ലോക്ക് ആയിട്ടും കാണുന്നുണ്ട്. എങ്ങനെയാണ്? സൊസൈറ്റിക്കകത്ത് പല രീതിയിൽ ആളുകൾ ഇടപഴകാൻ അല്ലെങ്കിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സിസ്റ്റം ഉണ്ട്. മനസ്സിലായോ? ആ ഒരു സൊസൈറ്റിയൽ ഒരു നോം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇടപെടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സാധനം. അപ്പൊ അതിനെയാണ് സോഷ്യൽ മോഡൽ എന്ന് പറയുന്നത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. പിന്നെ വിവിധ തരത്തിലുള്ള പിന്നെ എന്താ പറയുക ആക്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം വേജസ് ആക്ട് ഉണ്ട്, മറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഉണ്ട്, പ്ലാന്റേഷൻ ആക്ട് ഉണ്ട്, ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ട്. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അതിന്റെ ഒരു കറക്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ മിനിമം വേജസ് ആക്ട് 1948, മറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961, പ്ലാന്റേഷൻ ആക്ട് 1951, ട്രേഡ് യൂണിയൻ ആക്ട് 1926. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് പിന്നെ മാച്ച് ദ ഫോളോയിങ് തന്നെ ഓതർ കൊടുത്തിട്ടുണ്ട്. അവരുടെ പുസ്തകങ്ങളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരം പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി പിന്നെ HY സിദ്ദീഖിന്റെ സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതും പിന്നെ കിൻഡുഗയുടെ ഇൻട്രൊഡക്ഷൻസ് സോഷ്യൽ കേസ് വർക്ക് എന്നുള്ളതും പിന്നെ അതേപോലെ തന്നെ മുരളി ദേശായിയുടെ പിന്നെ കിൻഡുഗയുടെ സോഷ്യൽ വർക്ക് വിത്ത് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതും പിന്നെ അത് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായി? ഇതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം എന്ത് ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ വർക്കിന്റെ അകത്തും നമ്മുടെ ക്ലാസിന്റെ അകത്തൊക്കെ ഈ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ പുസ്തകങ്ങൾ വരും എന്നുള്ളത്. കാരണം കൺവെൻഷനൽ ആയിട്ട് ഒരു വർഷം പോലും ഒഴിവാവാതെ ഈ പുസ്തകങ്ങളും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? നെവിന് കേറാൻ പറ്റുന്നില്ല പറയുന്നത്. ഓക്കെ, കുറെ നേരം ട്രൈ ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ നെവിൻ പിന്നെ ജോയിൻഡ് ആണല്ലോ ഇടക്ക്. സൈഹ കയറിയല്ലോ, നവീൻ കയറിയല്ലോ, എല്ലാവരും കയറിയല്ലോ. മനസ്സിലായോ? അടുത്തത് കയറിയല്ലോ, ഓക്കെ അല്ലേ? അടുത്തത് റോൾ പ്ലേയിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരാണ് മുന്നോട്ട് വെച്ചതെന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ദുർഖൈമാണോ, GH മീഡ് ആണോ, കാൾ റോജേഴ്സ് ആണോ, സുമൻ ഫ്രോയിഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പിന്നെ റോൾ പ്ലേയിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ജോർജ് ഹെർബർട്ട് മീഡ് ആണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്താണെന്നുള്ളത് നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ഇപ്പം ജോയിൻ ചെയ്ത ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങൾ എഴുതിയ ആൻസർ ഷീറ്റ് എന്ത് ചെയ്യുക, ക്രോസ് വെരിഫൈ ചെയ്യുക. ഇത് തന്നെയാണോ കറക്റ്റ് എന്നുള്ളത് ക്രോസ് വെരിഫൈ ചെയ്ത് ഇങ്ങനെ പോവുക. ഓക്കെ, നേരത്തെ ജോയിൻ ചെയ്ത ആൾക്കാരും അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. അടുത്തത് ഇൻ ദി ഫങ്ഷണൽ അപ്രോച്ച് വാട്ട് ഈസ് എംഫസൈസ്ഡ് ഇൻ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ്. ഫങ്ഷണൽ അപ്രോച്ച് പ്രകാരം സോഷ്യൽ കേസ് വർക്കിൽ എന്താണ് പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഐഡന്റിഫൈയിങ് ദ ക്ലയൻസ് സ്ട്രെങ്ത് ആൻഡ് അബിലിറ്റീസ്. ഫങ്ഷണൽ അപ്രോച്ച് പ്രധാനമായിട്ട് പറയുന്നത് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളല്ല, ക്ലയന്റിന്റെ സ്ട്രെങ്ത്തും അബിലിറ്റീസും ആണ് എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്ത് അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അവർ ട്രൈ ചെയ്യുന്നത് ഫങ്ഷണൽ അപ്രോച്ച്. അടുത്തത് പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചിനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഏതാണെന്നുള്ളത്. താഴെ പറയുന്ന പോലെ ഏതാണ് നല്ല രീതിയിൽ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കൊളാബറേറ്റീവ്ലി ഐഡന്റിഫൈയിങ് ആൻഡ് റിസോൾവിംഗ് സ്പെസിഫിക് പ്രോബ്ലം.
മനസ്സിലായോ? കൊളാബറേറ്റീവ്ലി ഐഡന്റിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ വർക്കറും അതേപോലെ തന്നെ ക്ലയന്റും വളരെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ ആ പ്രശ്നത്തെ മനസ്സിലാക്കുകയും അതിനെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക് പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അപ്രോച്ചിലൂടെ എന്ത് ചെയ്യുക, അതിനെ പരിഹരിക്കുക എന്നുള്ളതുമാണ് പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായോ? ഏതെങ്കിലും ഒരു തരത്തിൽ പിന്നെ ഒരാൾ ഒരു തീരുമാനം എടുക്കുക, മറ്റുള്ള ആൾക്കാർ പിന്നെ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതല്ല. അവർ പരസ്പരം അതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് പരിഹാരം കണ്ടെത്തുന്നത്. അടുത്തത്, which of the following factors contribute to the group dynamics by influencing distribution of power and authority within the group? ഏതാണത്? ഇവിടെ ഗ്രൂപ്പ് നോംസ് ഉണ്ട്, ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട്, ഗ്രൂപ്പ് സൈസ് ഉണ്ട്, ഗ്രൂപ്പ് ഗോൾസ് ഉണ്ട്. ഓപ്ഷൻ റൈറ്റ് ആയിട്ടുള്ള വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലീഡർഷിപ്പ് സ്റ്റൈൽ അനുസരിച്ചാണ് ഗ്രൂപ്പിനകത്തുള്ള ഡൈനാമിക് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള പവർ അതോറിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതും ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മനസ്സിലായോ? അടുത്തത് ടെക്മെന്റെ മോഡൽ. ടെക്മെന്റെ മോഡലൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. ടെക്മെന്റെ പിന്നെ 5 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സർ സ്ലൈഡ് മാറുന്നുണ്ടോ? എനിക്ക് ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് റോൾ പ്ലേ എന്നുള്ള ആ ഒരു സ്ലൈഡ് മാറുന്നുണ്ടോ? എന്റെ കുഴപ്പം മാത്രമാണ്, എനിക്കറിയില്ല. ഇപ്പൊ നെവിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കാണാം സർ. ഒരു മിനിറ്റ്. രാജേശ്വരിക്ക് ഞാൻ നേരത്തെ മാറിയതിനു ശേഷം ഇത്രയും നേരം അതല്ല, ഒരു മിനിറ്റ്. രാജേശ്വരിക്ക് ഞാൻ നേരത്തെ മാറിയതിനു ശേഷം ഇതുവരെ കണ്ടിട്ടില്ല എന്നാണോ? ഇപ്പോഴാണ് കാണുന്നത് അല്ലെങ്കിൽ നേരത്തെ കാണുന്നുണ്ടോ? മാറുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അവരുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ഓക്കെ, നിങ്ങൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം നെറ്റ്വർക്ക് ഇല്ല എങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇനി സൈഹന്റെ പ്രശ്നം അതാണ്. സൈഹ സംസാരിക്കുമ്പോൾ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ട്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് നെറ്റ്വർക്ക് ഉള്ള ഇടത്തിലേക്ക് ഇരുന്നാൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ടെക്മാന്റെ സ്റ്റേജസ് ഓഫ് മോഡൽ ഉണ്ട്. അതിനകത്ത് പിന്നെ ഗ്രൂപ്പ് ടിപ്പിക്കലി റോൾസും നോംസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് സ്റ്റേജിന്റെ അകത്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. നോമിംഗ് സ്റ്റേജിന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് നോംസും റോൾസും ഇതൊക്കെ എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 5 സ്റ്റേജസ് നമ്മൾ പറഞ്ഞിരുന്നു. ഏത് സ്റ്റേജിലാണ് കലഹം ഉണ്ടാവുന്നത്, ഏത് സ്റ്റേജിലാണ് അവർ ഒരുമിച്ച് ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് how does Solarinski's approach differ from traditional top-down approaches to community organizing? സോളാരിൻസ്കിയുടെ അപ്രോച്ച് എങ്ങനെയാണ് ട്രഡീഷണൽ ടോപ്പ് ഡൗൺ അപ്രോച്ചസിലേക്ക് ഡിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉത്തരം വരുന്നത് ഇറ്റ് എംപവേഴ്സ് ഗ്രാസ് റൂട്ട് പാർട്ടിസിപ്പേഷൻ ആൻഡ് കളക്റ്റീവ് ആക്ഷൻ. നമ്മൾ പറഞ്ഞിരുന്നു ഒരു അഗ്രസീവ് കൈൻഡ് ഓഫ് മോഡലാണ് എന്ത് സോളാരിൻസ്കി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു രീതിയിലാണ് സോളാരിൻസ്കിയുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് പറ്റും, ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. അടുത്തത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. Qualitative research methods are well suited for exploring complex social phenomena. Qualitative research allows for in-depth exploration of subjective experiences and meaning. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസേർഷനും റീസണും രണ്ടും ഫാക്റ്റ് ആണോ നോക്കുക. ഫാക്റ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റീസൺ അസേർഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്താ പറയുന്നത്, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കറക്റ്റ് ആണല്ലോ, കാരണം രണ്ട് അസേർഷനും അല്ലെങ്കിൽ രണ്ട് അസേർഷനും റീസണും എന്താണ്, ട്രൂ ആണ്, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്, അസേർഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജസ്റ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളത്, അല്ലെങ്കിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് ഇൻവോൾവ് ദ കളക്ഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അലോ ഫോർ ദ എക്സ്പ്ലോറേഷൻ ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ആൻഡ് മീനിങ്. നമുക്ക് നോക്കാം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താണ് പറയുന്നത്, അസേർഷൻ ഇസ് ട്രൂ, ആർ ഈസ് ഫാൾസ്. എന്താണ് പറയാൻ കാരണം ഫാൾസ് നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അലോസ് ഫോർ ദി എക്സ്പ്ലനേഷൻ ഓഫ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ആൻഡ് മീനിങ്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ആൻഡ് മീനിങ് ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അല്ല നോക്കുന്നത്. ആക്ച്വലി ഏതാണ്, അത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസും മീനിങ്സും ഒക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള റീസൺ തെറ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് അസേർഷൻ ട്രൂ ആയിട്ടും റീസൺ ഫാൾസ് ആയിട്ടും വരുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസേർഷൻ റീസൺ ക്വസ്റ്റിനെ സമീപിക്കേണ്ടത്. അടുത്തത്
ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് പ്രിയോറിറ്റൈസ് അണ്ടർസ്റ്റാൻഡിംഗ് ദ പെർസ്പെക്റ്റീവ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് പാർട്ടിസിപ്പന്റ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻവോൾവ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഇനി നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം എന്താണെന്നുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. അസേർഷൻ ഇസ് ട്രൂ ആർ ഇസ് ഫാൾട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വന്നു. ഇവിടെ എന്താണ് പറഞ്ഞത്? ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് പ്രിയോറിറ്റൈസ് അണ്ടർസ്റ്റാൻഡിംഗ് ദ പെർസ്പെക്റ്റീവ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് പാർട്ടിസിപ്പന്റ് അല്ലേ? ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ പ്രധാനമായിട്ടും പിന്നെ പാർട്ടിസിപ്പൻസിന്റെ എക്സ്പീരിയൻസസും അവരുടെ പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് അതിന്റെ റീസൺ നോക്കിയ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻവോൾവ്സ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അത് തെറ്റല്ലേ? അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് ആക്ച്വലി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അസേർഷൻ ശരിയും റീസൺ തെറ്റുമാണ്. ആ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് പോസ്റ്റ് കോർബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സോഷ്യൽ വർക്കിൽ ആരാണ് മുന്നോട്ട് വെച്ചതെന്നുള്ളത് നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കൺവെൻഷണൽ രീതി വരുന്നത് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? ലൂതർ ഗുള്ളിക്കാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. 1937 എന്ത് ചെയ്യുന്നത്? ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. താഴെ പറയുന്നവയിൽ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട സാലിയന്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സോഷ്യൽ ഡെവലപ്മെന്റിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? റിഡക്ഷൻ ഓഫ് പോവേർട്ടി ആൻഡ് ഇനീക്വാലിറ്റി, പ്രൊമോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻക്ലൂഷൻ എന്നുള്ളതാണ് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ സാലിയന്റ് ഫീച്ചർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. താഴെ പറയുന്നവയിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വളരെ ശരിയായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചിലപ്പം തോന്നും ഒന്ന് ശരിയാണല്ലോ ഒന്ന് ശരിയാണല്ലോ, പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവും മറ്റേത് തെറ്റാണ് എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് ഉത്തരം വരുന്നത് റിട്ടൺ ആൻഡ് ഫ്ലെക്സിബിൾ എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ റിട്ടൺ ആണ്, പിന്നെ അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അമെൻമെന്റ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ റിജിഡും അല്ല എന്ന് പറയാൻ ഓവർ ഫ്ലെക്സിബിളും അല്ല എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? അടുത്തത്, വിച്ച് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ എ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഡിഫറെന്റ് ആയിട്ടുള്ള പവേഴ്സുകളുണ്ട്. അവരുടെ പവേഴ്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു ഡിവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ. ആ ഫീച്ചറിനെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ഫെഡറൽ സിസ്റ്റം എന്നുള്ളതാണ് അല്ലെ? ഫെഡറൽ സിസ്റ്റം എന്നുള്ളതാണ് വിളിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. ഇന്ത്യ ഒരിക്കലും ഒരു യൂണിറ്ററി സിസ്റ്റം അല്ല. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ നമ്മളെ ഭരിക്കുകയും നമ്മളെ സ്റ്റേറ്റുകളൊക്കെ അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയല്ല. സ്റ്റേറ്റുകൾക്ക് സ്വമേധയാ പിന്നെ ഭരണം നടത്താനുള്ള പവറുകൾ ഉണ്ട്. അതിനാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. വാട്ട് ഡസ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിഗ്നിഫൈ? എന്താണ് നമ്മുടെ പിന്നെ താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ പ്രിയാമ്പിള് പ്രധാനമായിട്ടും സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണ്? അത് പ്രധാനമായിട്ടും പറയുന്നത്. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനക്കകത്ത് പ്രിയാമ്പിൾ എന്ത് ചെയ്യുന്നത് സിഗ്നിഫൈ ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനക്കകത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏത് പോളിസിയുടെ അകത്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം വരുന്നത് പാർട്ട് 4 ആണ്. പാർട്ട് 4 അകത്താണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഒരുപാട് വട്ടം, 1-2 വട്ടം അല്ല, ഒരുപാട് വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. ഓരോ ഗവൺമെന്റും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റും ഒരു ഭരണം നടത്തുന്ന സമയത്ത് അവർ കീപ്പ് ഇൻ മൈൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന രീതിയിൽ ഞാൻ ഭരണം നടത്തണം എന്നുള്ളത്. അപ്പോൾ അത് ഭരണം നടത്താം, അങ്ങനെ വേണമെങ്കിൽ അവർക്ക് നടത്താം, അവർക്ക് നടത്താതിരിക്കാം. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദിയർ പോളിസി മാറ്റേഴ്സ്. ഓക്കെ. അടുത്തത്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് അപ്പോയിന്റ്മെന്റ് ഓഫ് പവേഴ്സ് ആൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഏത് ആർട്ടിക്കിൾ ആണ് പ്രസിഡന്റിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിലും അദ്ദേഹത്തിന്റെ പിന്നെ പവേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് ആർട്ടിക്കിൾ ആണ് പറയുന്നത്? 74 ആണോ 52 ആണോ? ഏത് ആർട്ടിക്കിൾ ആണ് പറയുന്നത്? ആർട്ടിക്കിൾ 52 ആണ്. ആർട്ടിക്കിൾ 52 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് അപ്പോയിന്റ്മെന്റ് ആൻഡ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ദ ടേംസ് ഓഫ് ഓഫീസ്, ഇലക്ഷൻ പ്രൊസീജിയർ ആൻഡ് എക്സിക്യൂട്ടീവ് പവേഴ്സ് വെസ്റ്റഡ് ഇൻ ദി പ്രസിഡന്റ്. എങ്ങനെയാണ് പിന്നെ പ്രസിഡന്റ് എലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്, അദ്ദേഹത്തിന്റെ കാലാവധി എത്രയാണ്, ഏതൊക്കെ രീതിയിലുള്ള പവേഴ്സ് ആണ് അദ്ദേഹത്തിന് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ എന്നുള്ള മാറ്റേഴ്സ് ഒക്കെയാണ് ഇതിൽ പറയുന്നത് ആർട്ടിക്കിൾ 52-നകത്ത് പറയുന്നത്. മനസ്സിലായോ? പിന്നെ അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനകത്ത് റിട്ടുകളുണ്ട്. നമ്മൾ പല രീതിയിലുള്ള റിട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറാറി, പ്രൊഹിബിഷൻ, ക്യോ വാറന്റോ, അങ്ങനെ 5 റിട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ റിട്ടുകളുടെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ ഭരണഘടനക്കകത്ത് എന്നുള്ളതാണ് ചോദ്യം.
അതിന് 4 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് പറയുന്നത്? ടു എൻഷുർ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേഷൻ ആൻഡ് ജുഡീഷ്യറി എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഉത്തരം എഴുതുന്നതാണോ? അത് ഓപ്ഷൻ എ ആണ്. ടു പ്രൊട്ടക്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺസ്. ടു പ്രൊട്ടക്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺ. ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരന്റെയും ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് റിട്ടുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റിട്ടുകളുടെ ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തത്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതിക്ക് റിട്ട് ചെയ്യാനുള്ള അധികാരം വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതിന് എന്ത് ചെയ്യുന്നത്, റിട്ടുകൾ ഓർഡർ ചെയ്യാനുള്ള അധികാരം വരുന്നത്. ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വിച്ച് റിട്ട് ഈസ് ഇഷ്യൂഡ് ബൈ എ ഹൈക്കോർട്ട് ടു ലോവർ കോർട്ട് ഓർ ട്രിബ്യൂണൽ ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം എക്സീഡിംഗ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. ഒരു ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈക്കോർട്ട് ലോവർ കോർട്ടിന് പറയുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുക, അതവിടെ നിർത്തുക എന്നുള്ള കൈൻഡ് ഓഫ് റിട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റിട്ട് ഏതാണ് താഴെ പറയുന്നവയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രൊഹിബിഷൻ. അല്ലെ, പ്രൊഹിബിഷൻ എന്നുള്ളതാണ്. അടുത്തത്, വിച്ച് ഇന്റർനാഷണൽ ട്രീറ്റി ഫോക്കസസ് ഓൺ ദി റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ആൻഡ് എയിംസ് ടു എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ. താഴെ പറയുന്നവയിൽ ഏത് ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് അത് പറയുന്നത് വുമൻസിനെതിരെയുള്ള, ഗേൾസിനെതിരെയുള്ള പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ സ്റ്റോപ്പ് ചെയ്യാനും അവരുടെ റൈറ്റ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്ന ഏത് ട്രീറ്റിയാണ് ഉള്ളത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ട്രീറ്റിയാണ് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് പല സമയത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ, CEDAW എന്നുള്ളതാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മറന്നു പോകരുത് കേട്ടോ. അത് 1979 ഇത് നിലവിൽ വരുന്നത്. യുണൈറ്റഡ് നാഷൻ ജനറൽ അസംബ്ലി ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. പല സമയത്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം അസേഷനും റീസണുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ തിയറി ഇവിടെ അപ്ലൈ ചെയ്യുക, എന്നാൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് സോഷ്യൽ വർക്കേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രൊവൈഡിംഗ് സപ്പോർട്ട് ആൻഡ് അഡ്വക്കസി ഫോർ വിക്ടിംസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്. അതാണ് അസേഷൻ. റീസൺ എന്താണ്? സോഷ്യൽ വർക്കേഴ്സ് ആർ ട്രെയിൻ ടു അഡ്രസ് ദ സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റീസ് അഫക്റ്റഡ് ബൈ ദ ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസസ്. നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. അല്ലേ, സോഷ്യൽ വർക്കേഴ്സിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കും. കാരണം എന്തുകൊണ്ടാണ് അവർ സപ്പോർട്ട് കൊടുക്കുന്നത്? സോഷ്യൽ വർക്കേഴ്സ് ഈ സപ്പോർട്ട് കൊടുക്കാനൊക്കെ പല രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ആളുകളാണ്. അപ്പോൾ രണ്ടും അസേഷൻ റീസൺ എന്താണ്, ആക്ച്വലി മാച്ച് ചെയ്യുന്നുണ്ട്, മാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് ഇടപഴകാനുള്ള കഴിവുണ്ട്. എന്താണ് നവീൻ എന്തോ ചോദിച്ചല്ലോ, നവീൻ എന്തോ ചോദിക്കാണ്ടോ? കൈ പൊന്തിച്ചത് കണ്ടു. സ്ലൈഡ് ഇപ്പോഴാ കാണാൻ പറ്റിയേ. ഓക്കെ, രാജേശ്വരിക്ക് കാണുന്നുണ്ടോ? രാജേശ്വരി പോയല്ലോ. ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നെറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് നിങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. കാണുന്നുണ്ട്. അടുത്തത്, യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് UNHCR is responsible for the protection of refugees and asylum seekers worldwide. UNHCR work closely with the national government to enforce immigration law and policies. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫാക്ട് ആണോ ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രം നോക്കുക. ഇതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. റീസൺ ഒരിക്കലും കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല അസേഷന്റെ. വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. United Nations High Commissioner for Refugees is responsible for the protection of refugees and asylum seekers worldwide. പക്ഷേ അതിന്റെ ഒരു റീസൺ ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ഒരു റീസൺ വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കിയിട്ട് പറയണം കേട്ടോ. ഞാൻ ഫുൾ സ്ക്രീനിലായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ കാണില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വോയിസ് ഓൺ ആക്കിയിട്ട് സംസാരിച്ചാൽ മതി. ഓക്കെ, താഴെയുള്ളതിൽ സ്കിസോഫ്രീനിയയുടെ എപ്പിഡോമോളജിയെ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എന്താണ് ഓപ്ഷൻ ബി പറയുന്നത്? സ്കിസോഫ്രീനിയ ടിപ്പിക്കലി മാനിഫെസ്റ്റ് ഇൻ ഏർലി അഡൽട്ട്ഹുഡ്. ഏർലി അഡൽട്ട്ഹുഡിൽ തന്നെ എന്ത് ചെയ്യുന്നത്, സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ ഒരു മനുഷ്യനിൽ കാണിച്ചു തുടങ്ങും. മനസ്സിലായി? അതാണ് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ബാക്കി 3 ഓപ്ഷൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതൊരിക്കലും കറക്റ്റ് അല്ല. മനസ്സിലായോ?
അടുത്തത് പിന്നെ സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഡിസോർഡേഴ്സ് പിന്നെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്ക്, റിലാക്സേഷൻ എക്സസൈസ്, സോഷ്യൽ സപ്പോർട്ട്സ്, അങ്ങനെ പല തരത്തിലുള്ള ടെക്നിക്സുകൾ എന്ത് ചെയ്യും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അടുത്തത് ഇന്ത്യയിലെ പിന്നെ മെന്റൽ ഇൽനെസ് ഉള്ള ആളുകളുടെ റൈറ്റ്സും അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഗവേൺ ചെയ്യുന്ന ലെജിസ്ലേഷൻ ഏതാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ലെജിസ്ലേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടാവും. ഓപ്ഷൻ ബി ആണ്, മെന്റൽ ഹെൽത്ത് ആക്ട് ആണ്. 1987 വന്നിട്ടുള്ള മെന്റൽ ഹെൽത്ത് ആക്ട് ആണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ഓഫ് പേഴ്സൺ വിത്ത് മെന്റൽ ഇൽനെസ്സും അവരുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ആ വർഷവും ആ ലെജിസ്ലേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് 1987 മെന്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. മെന്റൽ ഹെൽത്ത് ആക്ട് ഉണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ വയലൻസ് ആക്ട് ഉണ്ട്. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് നോക്കാം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. മെന്റൽ ഹെൽത്ത് ആക്ട് 1987 പിന്നെ അതേപോലെ തന്നെ പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2006 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. CABD ആണ് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എക്സ്പ്ലനേഷൻ വരുന്നത്. സർ യാ സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ല. വൈ? എല്ലാവർക്കും ഉണ്ടോ? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ലൈഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലെജിസ്ലേറ്റീവ് സേഫ് ഗാർഡ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ എന്നുള്ള സ്ലൈഡാണ്. അവിടെയാണ് എത്തിയിരിക്കുന്നത്. അവിടെയാണ് എത്തി നിൽക്കുന്നത്. ഇതിന് മുമ്പടുത്തൊക്കെ സൈഹ കണ്ടിട്ടുണ്ടല്ലേ സ്ലൈഡ്? ഞാനിപ്പോ കുറച്ച് സമയം പാടത് മൂവ് ചെയ്ത് കണ്ടത്. മറ്റേത് ഫുൾ ടൈം വേറൊരു ക്വസ്റ്റ്യനിൽ നിൽക്കായിരുന്നു. ഓക്കെ, ഞാൻ സ്ലൈഡ് ഇത് കാണുന്നുണ്ടല്ലേ? ഞാൻ എന്നാല് സ്ലൈഡ് എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ടും വെക്കുന്നില്ല. പിന്നെ ഈ ഒരു സ്ലൈഡിലേക്ക് പോവുകയാണ്. ഓക്കെ, ഹാഫ് ആയിട്ട് കാണാം. നമുക്ക് ഹാഫ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ നോർമലി കാണാറുണ്ടല്ലോ. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലെജിസ്ലേറ്റീവ് സേഫ് ഗാർഡ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ അഡ്രസ്സിംഗ് ജെൻഡർ ഡിസ്പാരിറ്റീസ് ആൻഡ് പ്രൊമോട്ടിംഗ് ജെൻഡർ ഈക്വാലിറ്റി. സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻസ് അലോൺ ആർ സഫിഷ്യന്റ് ടു എലിമിനേറ്റ് ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇനീക്വാലിറ്റി എന്നുള്ളതാണ് ചോദ്യം. ഇതിന് ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അസേഷൻ ഇസ് ട്രൂ ആർ ഇസ് ഫാൾസ്. സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ അലോൺ ആർ സഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. ഒരിക്കലും അലോൺ ആർ സഫിഷ്യന്റ് അല്ല. വേറെയും പല ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇപ്പം കാണുന്നുണ്ടോ വാട്ട് ഈസ് പ്രൊബേഷൻ? പ്രൊബേഷൻ എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പിന്നെ സ്ലൈഡ് കാണുന്നുണ്ടോ? പ്രൊബേഷൻ അതിന് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് പ്രൊബേഷൻ എന്നുള്ളത്. പ്രൊബേഷൻ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. റിലീസ് ഓഫ് എൻ ഒഫൻഡർ ഇൻ ടു കമ്മ്യൂണിറ്റി അണ്ടർ സൂപ്പർവിഷൻ. ഒരു കൃത്യമായിട്ടുള്ള സൂപ്പർവിഷൻ അണ്ടറിൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഒഫൻഡറെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊബേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, USA പിന്നെ ഒരു ലാൻഡ്മാർക്ക് മൈൽ സ്റ്റോൺ ആയിട്ട് വന്നിട്ടുള്ള സോഷ്യൽ വർക്ക് ഡെവലപ്മെന്റിന്റെ ഒരു പിന്നെ വളർച്ചയിലേക്ക്, സോഷ്യൽ വർക്കിന്റെ വളർച്ചയിലേക്ക് വന്നിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് വരുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് ആണ്. ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 1935 പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള മറ്റ് ലെജിസ്ലേഷൻസ് ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ചോദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് പിന്നെ ആരാണ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് അമേരിക്കയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ പ്രധാനിയായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ജെയിൻ ആഡംസ് ആണ്. ഇവിടെ മേരി റിച്ച്മണ്ട് ഉണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെ ഉണ്ട്. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പിന്നെ അദ്ദേഹം തന്നെയാണ് പിന്നെ അമേരിക്കയിൽ ആൾ ഹൗസും പിന്നെ അതേപോലെ തന്നെ പല രീതിയിലുള്ള പല റിഫോം മൂവ്മെന്റുകളൊക്കെ പിന്നെ എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? US സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അടുത്തത്, അക്കോർഡിംഗ് ടു സൈക്കോഡൈനാമിക് തിയറി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ? താഴെ പറയുന്നവയിൽ ഹ്യൂമൻ ബിഹേവിയറിനെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അക്കോർഡിംഗ് ടു സൈക്കോഡൈനാമിക് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പ്രകാരം. അതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഇവിടെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. കോൺഷ്യസ് തോട്ട് ആൻഡ് ബിഹേവിയേഴ്സ്, അൺകോൺഷ്യസ് ഡ്രൈവ്സ് ആൻഡ് കോൺഫ്ലിക്ട്, സോഷ്യൽ ലേണിംഗ്, ഒബ്സർവേഷൻ, മോഡലിംഗ്. ഓപ്ഷൻ വരുന്നത് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. കാരണം അൺകോൺഷ്യസ് ഡ്രൈവ്സ് ആൻഡ് കോൺഫ്ലിക്ട് ആണ് എന്ത് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ പിന്നെ എന്തിനെ ഡിസൈഡ് ചെയ്യുന്നത്?
ഹ്യൂമൻ ബിഹേവിയറിനെ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൈക്കോഡൈനാമിക് തിയറി പ്രധാനമായിട്ടും പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ സെൻട്രൽ പ്രിമൈസസ് ഓഫ് കോഗ്നിറ്റീവ് ബിഹേവിയർ തിയറി ഇൻ സോഷ്യൽ വർക്ക്? കോഗ്നിറ്റീവ് ബിഹേവിയർ തിയറി എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് സോഷ്യൽ വർക്കിൽ? എന്താണ്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി എന്താ പറയുന്നത്? തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ആർ ഇന്റർ കണക്റ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. തോട്ടും ഫീലിംഗ്സും ബിഹേവിയേഴ്സും ഇന്റർ കണക്റ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. അത് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർ കണക്റ്റഡും ആണ് എന്നുള്ളതാണ് പിന്നെ എന്ത് പറയുന്നത്? കോഗ്നിറ്റീവ് ബിഹേവിയർ തിയറി പ്രധാനമായിട്ട് സോഷ്യൽ വർക്കിന്റെ അകത്ത് പറയുന്നത്. മനസ്സിലായോ? അടുത്തത്, അനൽ സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. അനൽ സ്റ്റേജിന്റെ അകത്ത് പ്രധാനമായിട്ടും ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്ട് എന്താണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്നു പല സ്റ്റേജിലും സൈക്കോസെക്ഷൽ സ്റ്റേജസിന്റെ അനൽ, ഫാലിക്കില്, ലേറ്റന്റ്, ജെനിറ്റലിലൊക്കെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അനൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കോൺഫ്ലിക്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് എന്ത് ചെയ്യുന്നത്? അനൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഒരു കോൺഫ്ലിക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് സെൻസ് ഓഫ് ഓട്ടോണമി ആൻഡ് കൺട്രോളിലേക്കൊക്കെ ആ കുട്ടിയെ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ബിഹേവിയറിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ എന്നുള്ളതൊക്കെ ഈ തിയറിക്കകത്ത് പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് വട്ടം എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത്, അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് പ്ലഷർ സീക്കിംഗ് ഡ്യൂറിംഗ് ജെനിറ്റൽ സ്റ്റേജ്? എന്താണ് പിന്നെ ജെനിറ്റൽ സ്റ്റേജിൽ പ്ലഷർ സീക്കിംഗ് കൊണ്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. സൈക്കോസെക്ഷൽ സ്റ്റേജസുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് ഓരോ സ്റ്റേജിന്റെ അകത്തും വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ത്രൂ ജെനിറ്റൽ സ്റ്റിമുലേഷൻ. ജെനിറ്റൽ സ്റ്റിമുലേഷനിൽ കൂടെ സെക്ഷൽ പിന്നെ ഓറിയന്റേഷൻ ഗ്രാറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൽ നീഡിനെ ഗ്രാറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ജെനിറ്റൽ സ്റ്റേജിന്റെ അകത്ത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് പറയും സിഗ്മണ്ടിന്റെ തിയറി പറയുന്നത്. അടുത്തത്, ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മുടെ പിന്നെ ഒരാളുടെ വൺസ് ഓൺ ക്വാളിറ്റീസ് നമ്മൾ വേറൊരാളിൽ എന്ത് ചെയ്യുക, പിന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറയുന്നത്? ഏതാണത്? ഉത്തരം വരുന്നത് പ്രൊജക്ഷൻ ആണ്. അട്രിബ്യൂട്ടിംഗ് വൺസ് ഓൺ അൺഡിസൈറബിൾ ക്വാളിറ്റീസ് ഓർ ഇമോഷൻസ് ടു അതേഴ്സ്. നമ്മുടെ ഇഷ്ടമില്ലാത്ത ഒരു പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഒരു ക്വാളിറ്റീസ് നമ്മൾ മറ്റുള്ള ആളിലേക്ക് എന്ത് ചെയ്യുക, അടിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അതിന് ഉത്തരം വരുന്നത് ഏതാണ്? ഇതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് പ്രൊജക്ഷൻ എന്നുള്ളത്. ഞാൻ ഇതിനു വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഒരു ഷോർട്ട് നോട്ടും ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ഓർമ്മണ്ടല്ലേ? അത് മാത്രം വായിച്ചു നോക്കി ഇതൊക്കെ മനസ്സിലാവും. റിപ്രഷൻ എന്താണ്, റാഷണലൈസേഷൻ എന്താണ്, സബ്ലിമേഷൻ എന്താണ്, പ്രൊജക്ഷൻ എന്താണ്, ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, വാട്ട് ഈസ് എ പ്രോസസ് ബൈ എ ന്യൂട്രൽ സ്റ്റിമുലസ് ബിക്കം അസോസിയേറ്റഡ് വിത്ത് മീനിങ്ഫുൾ സ്റ്റിമുലസ് ആൻഡ് എലിസിറ്റ് എ റെസ്പോൺസ്? എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പ്രകാരം പിന്നെ ഏത് പ്രോസസ്സിലാണ് നമ്മൾ ഇത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അക്വിസിഷൻ ആണ്. അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം നേടിയെടുക്കുക എന്ന് പറയുന്നില്ലേ? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ അകത്ത് അക്വിസിഷൻ റെഫേഴ്സ് ടു പ്രോസസ് ബൈ വിച്ച് എ ന്യൂട്രൽ സ്റ്റിമുലസ് ബിക്കം അസോസിയേറ്റഡ് വിത്ത് മീനിങ്ഫുൾ സ്റ്റിമുലസ് ത്രൂ റിപ്പീറ്റഡ് പെയറിംഗ്സ് ലീഡിംഗ് ടു എ ന്യൂട്രൽ സ്റ്റിമുലസ് എലിസിറ്റ് റെസ്പോൺസ് സിമിലർ ടു ദാറ്റ് ഓഫ് മീനിങ്ഫുൾ സ്റ്റിമുലസ്. ഈ ഒരു തിയറി പറയുന്ന സമയത്ത് ഒരു പൂച്ചക്കുട്ടിയുടെ ഒരു ഫോട്ടോ വരുന്നുണ്ട്. പൂച്ചക്കുട്ടി ആദ്യം ഒരു അൺറെസ്പോൺസീവ് സ്റ്റിമുലസ് വരുന്നുണ്ട്, പിന്നെ എന്താ പറയുക ഒരു മീനിങ്ഫുൾ അല്ലാത്ത സ്റ്റിമുലസ് വരുന്നുണ്ട്, പിന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ അതിനൊരു മീനിങ്ഫുൾ സ്റ്റിമുലസിലേക്കും അതിനൊരു മീനിങ്ഫുൾ സ്റ്റിമുലസിലേക്കും അതേപോലെ തന്നെ അത് ഒരു മീനിങ്ഫുൾ ഇതൊക്കെ ആയി വരുന്ന ഒരു ഫോട്ടോ വരെ അതിൽ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അക്വിസിഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസ് ഇൻ സോഷ്യൽ കേസ് വർക്ക്? എന്താണ് സോഷ്യൽ കേസ് വർക്കിൽ അക്സെപ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അക്സെപ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്. അക്സെപ്റ്റിംഗ് ദ ക്ലയന്റ് വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഓർ പ്രിജുഡൈസ്. ഒരു പ്രിജുഡൈസും ഇല്ലാതെ ഒരു ജഡ്ജ്മെന്റ് കൂടാതെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ക്ലയന്റിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്സെപ്റ്റൻസ് കൊണ്ട് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, നോൺ ജഡ്ജ്മെന്റ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്താണ് നോൺ ജഡ്ജ്മെന്റ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്തൗട്ട് ഇമ്പോസിംഗ് എനി പേഴ്സണൽ വാല്യൂസ്. ഒരു തരത്തിലുള്ള പേഴ്സണൽ വാല്യൂസ് ഇമ്പോസ് ചെയ്യാതെ നല്ല രീതിയിലുള്ള എംപതി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഫോമിംഗ് സ്റ്റേജ് ഓഫ് ഗ്രൂപ്പ് വർക്കിൽ ഏത് ക്യാരക്ടറിസ്റ്റിക് ആണ് ഉണ്ടാവുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു നോമിംഗ് സ്റ്റേജിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, ഫോമിംഗ് സ്റ്റേജിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അതേപോലെ തന്നെ പെർഫോമിംഗ് സ്റ്റേജിൽ ഉണ്ടാവും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫോമിംഗ് സ്റ്റേജിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗ്രൂപ്പ് നോംസ് ആൻഡ് റോൾസ്.
ഗ്രൂപ്പ് നോമും പിന്നെ റോളും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഫോമിംഗ് സ്റ്റേജിനകത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത്. മനസ്സിലായോ? ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ പരസ്പരം ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കുകയും ഒരു കൈൻഡ് ഓഫ് ഇനീഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്യുകയും പിന്നെ അങ്ങനെ ഓരോരുത്തർക്കും റോൾസും എക്സ്പെക്ടേഷൻസും ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണെന്ന് പറയുന്നത് പിന്നെ ഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഒക്കേഴ്സ് ആഫ്റ്റർ ദി പ്ലാനിംഗ് സ്റ്റേജ് ഇൻ ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. പ്ലാനിംഗ് സ്റ്റേജിന് ശേഷം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന് അകത്ത് നടക്കുന്ന ഒരു സ്റ്റേജ് ഏതാണ്, അല്ലെങ്കിൽ അതിന് ശേഷം നടക്കുന്ന ഒരു പ്രോസസ്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിന് ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇംപ്ലിമെന്റേഷൻ ആണ്. പിന്നെ പ്ലാനിംഗ് സ്റ്റേജിന് ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം, വിച്ച് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ഡയറക്ട്ലി എൻഗേജിംഗ് വിത്ത് കമ്മ്യൂണിറ്റി ടു ഇംപ്ലിമെന്റ് പ്ലാൻഡ് ആക്ടിവിറ്റീസ്. ഏത് സ്റ്റേജിലകത്താണ് കമ്മ്യൂണിറ്റിയിൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഏത് സ്റ്റെപ്പിന്റെ അകത്താണ് ആ ഒരു കാര്യം നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് ഇന്റർവെൻഷൻ ആണ്. ഇന്റർവെൻഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻഡ് ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ സോഷ്യൽ മൂവ്മെന്റിനെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള പിന്നെ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ആക്ഷൻസ് എയിംഡ് അറ്റ് പേഴ്സണൽ ഗോൾസ്, collective actions organized to bring about social change, government-led initiative to maintain status quo, private sector campaigns for profit maximization. ഏതാണ് ഉത്തരം? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കളക്റ്റീവ് ആക്ഷൻസ് ഓർഗനൈസ്ഡ് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വാട്ട് ഈസ് എ കോമൺ ഔട്ട്കം ഓഫ് സക്സസ്ഫുൾ സോഷ്യൽ മൂവ്മെന്റ്സ്. ഒരു സക്സസ്ഫുൾ സോഷ്യൽ മൂവ്മെന്റിന്റെ കോമൺ ഔട്ട്കം എന്താണെന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? എന്താണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. കോമൺ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ പോളിസി ചേഞ്ച്. വളരെ നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചും പോളിസി ചേഞ്ചും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റിന്റെ പിന്നെ ഔട്ട്കം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോഷ്യൽ മൂവ്മെന്റ്സ് സൊസൈറ്റിക്കകത്ത് വഹിക്കുന്ന പങ്കുകൾ എന്താണെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അതിന് ഉത്തരം വരുന്നതാണ് ഓപ്ഷൻ സി ആണ്, ചലഞ്ചിങ് പവർ സ്ട്രക്ചർ ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ചേഞ്ച്. സൊസൈറ്റിക്കകത്തുള്ള ഇപ്പം നിലനിൽക്കുന്ന പവറിനെ ചലഞ്ച് ചെയ്യുക, എന്നിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി അഡ്വക്കസി നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സോഷ്യൽ മൂവ്മെന്റ്സ് സൊസൈറ്റിക്കകത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഡസ് ലിറ്ററേച്ചർ റിവ്യൂ ഫേസ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ഇൻവോൾവ്സ്. എന്താണ് ലിറ്ററേച്ചർ റിവ്യൂ ഫേസ് എന്ന് പറയുന്നത്? എന്താണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് ഓപ്ഷൻ കറക്റ്റ് എന്നുള്ളത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ലിറ്ററേച്ചർ റിവ്യൂ ഫേസ് എന്ന് പറയുന്നത് റിവ്യൂയിങ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ആൻഡ് സ്റ്റഡീസ് റിലേറ്റഡ് ടു ദി റിസർച്ച് ടോപ്പിക്. റിസർച്ച് ടോപ്പിക്കിന്റെ അകത്തുള്ള വിധങ്ങളായിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക, അതിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് ചെയ്യുന്നത് ഉദ്ദേശിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റെപ്പ് ഇൻവോൾവ് പ്ലാനിംഗ് ദ ഓവറോൾ അപ്രോച്ച് ആൻഡ് സ്ട്രക്ചർ ഓഫ് റിസർച്ച് സ്റ്റഡി. വിച്ച് സ്റ്റെപ്പ് ഇൻവോൾവ് പ്ലാനിംഗ് ആൻഡ് ഓവറോൾ അപ്രോച്ച് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി റിസർച്ച് സ്റ്റഡി. ഏത് പിന്നെ ഒരു ഓവറോൾ പ്ലാനിങ്ങും ഓവറോൾ സ്ട്രക്ചറും ഒക്കെ റിസർച്ചിന്റെ അകത്ത് ഏത് സ്റ്റെപ്പിനകത്താണ് വരുന്നത്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏത് സ്റ്റെപ്പിനകത്താണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഉത്തരം വരുന്നത് റിസർച്ച് ഡിസൈൻ എന്നുള്ളതാണ്. അല്ലെ, റിസർച്ച് ഡിസൈനിന്റെ അകത്താണ് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മളെ റിസർച്ചിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എത്ര കണ്ട് നമ്മൾ സാമ്പിൾസ് എടുക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ച് ഡിസൈനിന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം താഴെ പറയുന്നവയിൽ. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഒന്ന് നമുക്ക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു സമ്മറൈസ് ആൻഡ് ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡാറ്റാ സെറ്റ്. ഒരു ഡാറ്റാ സെറ്റിന്റെ പിന്നെ ഡിഫറെന്റ് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനും അതിന് നല്ല രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്റ്റീവ് എന്നതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡിസ്ക്രിപ്ഷനെ കൃത്യമായ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഓപ്ഷൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ടു മേക്ക് ഇൻഫറൻസസ് എന്നുള്ളതാണ്, ഒരിക്കലും അല്ല. മൂന്നാമത്തെ ഓപ്ഷൻസ് എന്താണ്, ടു റിക്വയർ അസംഷൻ എന്നുള്ളതാണ്, അതും അല്ല. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്, കോസ് ആൻഡ് എഫക്ട് എന്നുള്ളതാണ്, ഒരിക്കലും അല്ല. അതൊക്കെ സയന്റിഫിക് റിസർച്ചിനാണ് വരുന്നത്, അല്ലേ? അപ്പോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ഡാറ്റ ആർ ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ ദാറ്റ് ഫോളോ സ്പെസിഫിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഏതാണത്? ഓപ്ഷൻ
എ ആണ് പിന്നെ അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ പാരാമെട്രിക് ടെസ്റ്റ്. പാരാമെട്രിക് ടെസ്റ്റ് സച്ച് ആസ് ടീസ് ടെസ്റ്റ് and analysis of variance assumes that the data are drawn from population that follow a specific probability distribution, typically normal distribution. നമ്മൾ അനോവ എന്താണെന്നുള്ളതും പിന്നെ പാരാമെട്രിക് ടെസ്റ്റ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എന്തിനാണ് അനോവ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തിനാണ് അനോവ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്? അനോവ യൂസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ടു കമ്പയർ മീൻസ് അക്രോസ് മോർ ദാൻ 2 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്. പ്രധാനമായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനോവ യൂസ് ചെയ്യുന്നത്. ANOVA is a statistical technique used to compare means across the 3 or more independent groups. It allows researchers to determine whether there are statistically significant differences in the means of multiple groups, providing insight into effect of categorical variables on the outcome variable. ANOVA is particularly useful when researchers want to compare means across different treatment of condition or level of categorical variable in experimental or observational studies. എന്നുള്ളതാണ് ANOVA നമ്മൾ ഇതിന്റെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അടുത്തത് ഏതാണ് പിന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് ടിപ്പിക്കലി ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇതിന് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് നമ്മൾ നോക്കുന്നത് ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടാവും, പിന്നെ റിസർച്ച് ഡിസൈൻ ചെയ്യും, പിന്നെ ഡാറ്റ കളക്ട് ചെയ്യും, പിന്നെ ഡാറ്റ അനാലിസിസ് ചെയ്യും, പിന്നെ ഇന്റർപ്രിറ്റേഷൻ ചെയ്യും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്തെന്ന് പറയുന്നത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ഇൻവോൾവ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബിഹേവിയർ ഇൻ നാച്ചുറലിസ്റ്റിക് സെറ്റിംഗ്സ്. നാച്ചുറൽ സെറ്റിംഗ്സിനകത്ത് വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒബ്സർവേഷനും അതേപോലെ തന്നെ ബിഹേവിയർ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫീൽഡ് സ്റ്റഡിയാണ്. ഫീൽഡ് സ്റ്റഡിക്കകത്താണ് നമ്മൾ ചെയ്യുന്നത് ഒബ്സർവേഷനും അതേപോലെ തന്നെ അതിലൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പിന്നെ ബിഹേവിയർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ആണ് വൈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ഇൻ പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷൻ. പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷനകത്ത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാം നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രോഗ്രാം നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു എൻഷുർ ക്ലാരിറ്റി, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് കോർഡിനേഷൻ അമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും, അവർ തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ അവർ തമ്മിൽ പരസ്പരം ക്ലാരിറ്റി, പറയുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ് സോഷ്യൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഡസ് സോഷ്യൽ പോളിസി റെഫേഴ്സ് ടു? എന്താണ് സോഷ്യൽ പോളിസി എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താണ്? സോഷ്യൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആക്ഷൻസ് ആൻഡ് ഇന്റർവെൻഷൻസ് ടു അഡ്രസ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും വിവിധങ്ങളായിട്ടുള്ള ഗവൺമെന്റിന്റെ ഇന്റർവെൻഷനെയും ആക്ഷൻസിനെയാണ് നമ്മൾ പറയുന്നത് സോഷ്യൽ പോളിസി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? നവീൻ എന്തെങ്കിലും പറയാണ്ടോ? ഇല്ല സർ, അറിയാണ്ട് വന്നു. ഓക്കെ, ഫൈൻ. വാട്ട് ആർ ദ പ്രൈമറി ഗോൾസ് ഓഫ് സോഷ്യൽ പോളിസി? എന്താണ് സോഷ്യൽ പോളിസിന്റെ പ്രൈമറി ഗോൾ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഉത്തരം നോക്കിയാൽ തന്നെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എൻഹാൻസിങ് സോഷ്യൽ വെൽഫെയർ ആൻഡ് ഇക്വിറ്റി. സൊസൈറ്റിക്കകത്ത് സോഷ്യൽ വെൽഫെയർ എൻഹാൻസ് ചെയ്യുക, ഇക്വിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ പോളിസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ, ഇതൊക്കെ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തെറ്റിക്കാനോ പിന്നെ മറ്റുള്ള നമുക്ക് ഒരു പിന്നെ ഓപ്പർച്യൂണിറ്റീസും അവിടെ ഇല്ല. കാരണം എന്താണ്, വളരെ കൺവെൻഷണൽ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഒക്കെ, ഒരിക്കലും അത് തെറ്റിക്കരുത്. മനസ്സിലായോ? അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് എ പ്രൈമറി റോൾ ഓഫ് നീതി ആയോഗ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ നീതി ആയോഗിന്റെ പ്രൈമറി റോൾ എന്താണെന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അഡ്വൈസിംഗ് ദ ഗവൺമെന്റ് ഓൺ പോളിസി മാറ്റേഴ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് ഫെഡറലിസം. വിവിധങ്ങളായിട്ടുള്ള പോളിസി മാറ്റേഴ്സിൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഫെഡറലിസത്തെ ഇന്ത്യയിൽ പിന്നെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട പിന്നെ റോളുകൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ്, ഫോർമുലേറ്റിംഗ് 5-year പ്ലാൻസ്. 5-year പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് നീതി ആയോഗിന്റെ പ്ലാൻ ആയിട്ട് നമ്മൾ കണക്കാക്കും. അതൊരിക്കലും നീതി ആയോഗിന്റെ പ്ലാൻ അല്ല. ഇപ്പം 5-year പ്ലാൻസ് ഉണ്ടോ നമുക്ക്?
ഇപ്പൊ നമുക്ക് 5 ഇയർ പ്ലാൻസ് ഉണ്ടോ ഇല്ലേ? ഇല്ല ഇല്ല സർ. ഇല്ല, 5 ഇയർ പ്ലാൻസ് ഇല്ല. അത് ഒഴിവാക്കിയ ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നീതി ആയോഗ് വരുന്നത്. അവർ വിവിധങ്ങളായിട്ടുള്ള വേറെ പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അടുത്തത്, what was Raja Ram Mohan Roy's significant contribution to social reform in India? ഇന്ത്യയിലേക്ക് സോഷ്യൽ റിഫോമിന് രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രൊമോട്ടിംഗ് വുമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് വിഡോ റീമാരേജ്. വിഡോ റീമാരേജും അതേപോലെ തന്നെ വുമൻസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെ ആരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാജാറാം മോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ബ്രഹ്മസമാജ് എപ്പോഴാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ ലൈവ് ക്ലാസിന്റെ അകത്ത് ഈ ഒരു ചോദ്യം പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ബ്രഹ്മസമാജ് മൂവ്മെന്റ് എപ്പോഴാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടത്, ഏത് വർഷത്തിലാണ് ഫൗണ്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളത്. 1828 ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് എയിംസ് ടു റിഫോം ഹിന്ദു സൊസൈറ്റി ബൈ അഡ്വക്കേറ്റിംഗ് ഫോർ മോണോതിസം, റാഷണലിസം, സോഷ്യൽ ഇക്വാളിറ്റി ആൻഡ് അബോളിഷൻ ഓഫ് സോഷ്യൽ ഈവിൾ സച്ച് ആസ് സതി ആൻഡ് ചൈൽഡ് മാരേജ്. മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ റിഫോം ചെയ്യുക, കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു സോഷ്യൽ റിഫോം മൂവ്മെന്റ് കൊണ്ട് രാജാറാം മോഹൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? ആര്യ സമാജിന്റെ ഫൗണ്ടർ ആണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് മൂവ്മെന്റ്? ആരാണ് ആര്യ സമാജിന്റെ ഫൗണ്ടർ എന്നുള്ളതാണ് ചോദ്യം. അത് സ്വാമി വിവേകാനന്ദ എന്നുണ്ട്, രാജാറാം മോഹൻ റോയ് എന്നുണ്ട്, സ്വാമി വിവേകാനന്ദ സരസ്വതി എന്നുണ്ട്, സ്വാമി ദയാനന്ദ സരസ്വതി എന്നുണ്ട്, രാമകൃഷ്ണ പരമഹംസ എന്നുണ്ട്. ഏതാണ് ഉത്തരം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. എന്താണ് സ്വാമി ദയാനന്ദ സരസ്വതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്? സ്വാമി ദയാനന്ദ സരസ്വതി ഫൗണ്ടഡ് ആര്യ സമാജ് മൂവ്മെന്റ് ഇൻ 1875, 1875. 1875 മറക്കരുത് കേട്ടോ. ആര്യ സമാജ് അല്ല, പിന്നെ ആര്യ സമാജ് ആണോ? ആര്യ സമാജ് പിന്നെ ബോംബെയില്. The movement aimed to promote the values of Veda, eradicate social evils and promote social equality and upliftment of marginalized communities. മനസ്സിലായോ? ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ചിപ്കോ മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ എല്ലാ വർഷവും പല രീതിയിലും പല കോലത്തിലും ചോദ്യം വരാറുണ്ട്. സുന്ദർലാൽ ബഹുഗുണയാണ്. ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. മനസ്സിലായോ? അടുത്തത്, എന്താണ് ഡീനോട്ടിഫൈഡ് ട്രൈബ്? ഡീനോട്ടിഫൈഡ് ട്രൈബ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഡിനോട്ടിഫൈഡ് ട്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്, എക്സ് ക്രിമിനൽസ് ആണ്. മനസ്സിലായോ? ഒരുപാട് കമ്മ്യൂണിറ്റീസ് പിന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനകത്ത് എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 871 മുതൽ 947 ഇടയിൽ കുറെ ട്രൈബ്സിനെ, ഇന്ത്യയിലെ കുറെ ആദിവാസി കമ്മ്യൂണിറ്റീസിനെ ക്രിമിനൽ ട്രൈബ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ആ പിന്നെ 1952 ഇന്ത്യ പിന്നെ നിലവിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പിന്നെ ഒരു ആക്ട് വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീനോട്ടിഫൈ ചെയ്തു. അവരൊക്കെ ഡീക്രിമിനലൈസ് ചെയ്തു. മനസ്സിലായോ? ക്രിമിനൽസ് അല്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, അവരെ മാറ്റി എന്നുള്ളതാണ്. അതാണ് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, എക്സ് ക്രിമിനൽ ട്രൈബ്സ് ആണ്. മനസ്സിലായോ? ഇനി ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്, അത് എപ്പോഴാണ് നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. JJ ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നിട്ടുള്ളത്? JJ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് 2000-ലാണ്. JJ ആക്ടിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് JJ ആക്ട് വരുന്നത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, അതിന്റെ മുമ്പ് JJ ആക്ടിന്റെ ആദ്യമായിട്ട് വരുന്ന പിന്നെ ആക്ട് ഏതായിരുന്നു? 1986 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. അത് പിന്നെ 2000 വരുന്നുണ്ട്. പിന്നെ അത് അമെൻഡ് ചെയ്ത് 2012 അമെൻമെന്റ് ചെയ്യുന്നുണ്ട്, 2015 അമെൻമെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അമെൻമെന്റിലൂടെ JJ ആക്ട് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് വരുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും അതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂട്രീഷൻ, പിന്നെ ഡിഫൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, പേഴ്സൺ വിത്ത് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നിബ്ബണ്ട് എന്ന് പറയും. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ചെന്നൈയിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ലൈവ് ക്ലാസ്സിലും നമ്മളെ PYQലും ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. PYQ ഡിസ്കഷന്റെ അകത്തും ഈ ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്?
ഓപ്ഷൻ സി ആണ്. പീറ്റർ ഡ്രക്കർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് പിന്നെ ആദ്യമായിട്ട് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നുള്ളത് പിന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. The term management objectives was first used by Peter Drucker in his book titled The Practice of Management, the Father of Management Objective. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ഫാദർ ഓഫ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്, എന്ന പേരിലാണ്. അടുത്തത് 360 degree feedback is associated with